ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് മുടി എങ്ങനെ നല്ല തിക്കോടും നല്ല നീളത്തോടും കൂടി വളർത്തിയെടുക്കാം. അതിന് ഈ കോമ്പ് എങ്ങനെ സഹായിക്കും. കോമ്പ് ഉണ്ടായാലും നന്നായി മുടി തിക്കും നീളവും വരുത്താൻ പറ്റും. ഇത് ഡെയിലി യൂസ് ചെയ്യണം. ഞാൻ പറയുന്ന പോലെ തന്നെ ഇതേപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി എന്തായാലും ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ ഒരു 4 ഇഞ്ച് നീളവും അതിനനുസരിച്ച് തിക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക, എന്തൊക്കെയാണ് ഇത് പറയുന്നതെന്ന് നിങ്ങളെല്ലാവരും ഇത് കേൾക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുടിയിൽ നല്ല ഉടക്കൊക്കെ ഉണ്ടാവും. എന്തായാലും അതൊക്കെ തീർക്കുക. അതായത് നല്ല ഇങ്ങനെ ജട പിടിക്കുക എന്നൊക്കെ പറയുന്നത് തീർക്കണേക്കാൾ മുൻപ് തന്നെ അത് തീർക്കാം. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് സോഫ്റ്റായിട്ടൊരു മസാജ് തലയോട്ടിയുമ്പോൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ രക്തോട്ടമൊക്കെ നന്നായിട്ടുണ്ടാവും. പിന്നീട് നമ്മളിത് ഈ കോമ്പ് യൂസ് ചെയ്യുമ്പോൾ ഇരട്ടി ഫലം നമുക്ക് കിട്ടും. അപ്പോൾ നന്നായി ഇങ്ങനെ ഒന്ന് അമർത്തൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ഇങ്ങനെ എല്ലായിടത്തും കൈയിൻ്റെ വിരലുകൾ എത്തുന്ന രീതിയിൽ സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒഴിവുള്ളപ്പോഴൊക്കെ ഇങ്ങനെ മസാജിങ് നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുടി തിക്കുണ്ടാവും. മുടിക്ക് എപ്പോഴും നീളത്തിനേക്കാൾ ആവശ്യം ഭംഗിയൊക്കെ തിക്കാണ്. അത് വരണമെങ്കിൽ പുതിയ മുടി വരണം. അതിന് ഇങ്ങനെ തലയോട്ടി മസാജ് ചെയ്ത് കൊടുത്താലാണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്ന എണ്ണയ്ക്കും ഷാമ്പൂവിനും ഒക്കെ എന്തിനാണെങ്കിലും ഒരു ഫലം കിട്ടണമെങ്കിൽ ഇത് ഒരു മസാജിങ് എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും എന്ന് പറഞ്ഞാൽ ദിവസം ഒരു 5 മിനിറ്റ് നേരമൊക്കെ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അതിൻ്റെ ഇടയിൽ ചെയ്യാവുന്നതുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഉടക്കുകൾ വരും. അത് നമ്മൾ നന്നായി വേറെടുത്ത് ഇങ്ങനെ കളയുക. അതിലത്തെ ആ തിക്കൊക്കെ എല്ലാ കെട്ടൊക്കെ കളഞ്ഞ് നന്നായി പോവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശക്തിയായിട്ട് വലിക്കരുത്. പിന്നെ അകൽച്ചില്ലാത്ത ചീർപ്പുകൊണ്ട് മുടി ഒരിക്കലും ഇരരുത്. അപ്പോൾ ഒക്കെ പൊട്ടിപ്പോവും. എന്നിട്ട് നമ്മളിങ്ങനെ ഈ തുമ്പ് ഭാഗം ആദ്യം ഇടകളയുക. തുമ്പ് ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ തീരെ കെട്ടുണ്ടാവില്ല അവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെയ്യാം. കണ്ടോ? അപ്പോൾ ഈ പല്ല് ഇതിൻ്റെ നമ്മുടെ തലയോട്ടിയുമ്പോൾ കൊള്ളണം. ഈ പല്ല് ഒരിക്കലും കൂർത്ത പല്ലല്ല, കട്ടിയിൽ വന്ന് നിൽക്കുന്ന പല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഭയങ്കരമായിട്ട് മുടി കൊഴിയില്ല. മുടിക്ക് നമ്മളൊരു മസാജിങ് കൊടുക്കുന്ന പലാണത് ചെയ്യുമ്പോൾ. ഇതിങ്ങനെ എല്ലാവിടും ഈ കോമ്പിൻ്റെ തുമ്പെത്തണം. ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്യി കൊടുക്കണം കേട്ടോ. ബാക്കിൽ നിന്നൊക്കെ ചെയ്യണം. ഇപ്പോൾ മുടിയിൽ എണ്ണയില്ല വെച്ചെങ്കിൽ നന്നായി പൊട്ടിപ്പോണ മുടിയാണെങ്കിൽ ഒരു തരി ഓയിൽ ഇങ്ങനെ തലയോട്ടിയിൽ കൊടുക്കാൻ പറ്റാത്തവർക്ക് തുമ്പത്തും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോക്ക് നിൽക്കും. പിന്നെ നല്ല അത്യാവശ്യം ഉള്ളുള്ള മുടിയാണ് നീളം വരുന്നില്ല വെച്ചെങ്കിൽ ഉള്ളില്ലാത്ത മുടി പറ്റില്ല കേട്ടോ. ഉള്ളുള്ള മുടിയാണ് നീളം അധികം വരുന്നില്ലെങ്കിൽ മസാജ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിക്കുക. ഇങ്ങനെ മുടി ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടൊന്ന് പതുക്കെ വലിച്ചു കൊടുക്കുക എല്ലാവരും. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഒന്ന് വളർച്ച കൂടും, പെട്ടെന്ന് നീളം പെട്ടെന്ന് വയ്ക്കും. അതുകൊണ്ട് മുടി കൊഴിഞ്ഞു പോകുന്നില്ല. പെട്ടെന്ന് മുടി കൊഴിയുന്നവർ അത് ചെയ്യണ്ട. എൻ്റെ മുടിയൊന്നും അങ്ങനെ കൊഴിയില്ല, ഞാനങ്ങനെ ചെയ്യാറുണ്ട്. നീളം വന്നാലും കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെട്ടിക്കളയും. പക്ഷെ എന്നാലും വെട്ടിക്കളഞ്ഞാൽ പിന്നെ നീളം വരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ ചെയ്യും. ഇതൊക്കെ ജെൻസിനും ചെയ്യാം കേട്ടോ. ജെൻസിനും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇതുപോലെ മുടി ചെയ്യുക. അപ്പോൾ ഈ തല എന്താ പറയുക കഷണ്ടി വരാണ്ടിരിക്കാനൊക്കെ ആയിട്ട് അവർ ഇങ്ങോട്ട് ഇരിക്കുക. എപ്പോഴും വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇരി കൊടുക്കുക. അപ്പോൾ ആ രക്തോട്ടം ഇങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ വരും മുടി. പിന്നെ മുടി നെറ്റി കൊഴിച്ചിൽ ലേഡീസിന് നല്ലോണം ഉണ്ട്. അവർക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ മുടി ഇരിക്കുക. വീട്ടിൽ നിൽക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഇരിക്കുക. എന്നാൽ വെച്ചാൽ കുമ്പിട്ട് ഇങ്ങനെ നിന്നിട്ട് മുടി ഇങ്ങനെ ഇട്ടിട്ട് ഇരണം. അപ്പം ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇങ്ങനെ മുടി ഇരില്ലോ കേട്ടോ. അപ്പം ഞാൻ പറയുന്ന ആ വീഡിയോയിൽ ഇതുണ്ട്. മുടി എപ്പോഴും നമ്മൾ ആദ്യം മുടി ചീകി കഴിഞ്ഞാൽ പിന്നെ മുടി ഇങ്ങനെ ചെയ്യണം. അവസാനം അതൊരു 5 മിനിറ്റ് നേരം മുടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലായിടത്തേക്കും എത്തണം. ഈ കോമ്പിൻ്റെ പല്ല് എല്ലായിടത്തേക്കും എത്തണം. ശരിക്കും പറഞ്ഞാൽ മസാജിങ്ങിനേക്കാളും ഫലമാണ് മുടി ഡെയിലി ഇതുപോലെ ചെയ്യണത്.
അപ്പോൾ ഇതാണ്. ഇതിപ്പോൾ ഫുള്ള് കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളിതേപോലെ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെയും ഒക്കെ ഈരി നല്ല എപ്പോഴും ആ ഒരു കോമ്പൗണ്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ തലയിൽ ഇങ്ങനെ ഈരിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അവസാനം നന്നായി കൈ കൊണ്ട് അവിടക്കൊക്കെ ഇങ്ങനെ നന്നായി തീർക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളില്ല എൻ്റെ മുടി എന്ന് പറയുന്നവർക്കുള്ള ഒരു ഇതാണ്. പെട്ടെന്ന് തന്നെ ഉള്ളി വരും. അതുപോലെ തന്നെ നീളം പെട്ടെന്ന് വെക്കാത്തവർക്ക് ഇതുകൊണ്ട് നീളവും വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മുടിയുടെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സപ്പോർട്ട് തരണം, നല്ല കമൻറ്റ്സ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.